കാഴ്ചപ്പാടുകൾ മങ്ങാതിരിക്കണമെങ്കിൽ, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, വ്യത്യസ്തമായ ഒരു ദർശനത്തിന് ഉടമകളാകണമെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. തുടർമാനമായിട്ടുള്ള വേദ പഠനം നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന ആശ്വാസം, മുന്നോട്ട് അനുനിമിഷവും നയിക്കപ്പെടേണ്ടതിന് നമ്മെ ഉണർത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദമായി അത് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായമാണ്. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ ആ അധ്യായത്തിൻ്റെ ഹൃദ്യമായ പ്രമേയം നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ള രണ്ട് പദങ്ങൾ ഒരേ അർത്ഥത്തിൽ പല നിലകളിലും പലയിടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്. ഈ 43-ാം അധ്യായത്തിൽ ഭക്തൻ കാണുന്ന തേജസ് അദ്ദേഹം കൃത്യമായി പറയുന്നു. തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടം കെബാർ നദിയുടെ തീരത്ത്, 1-ാം അധ്യായത്തിൽ അത് സവിസ്തരമായി കൊടുത്തിരിക്കുന്നു. കെബാർ നദിയുടെ തീരത്ത് ഇരുന്നപ്പോൾ കണ്ട അതേ മഹത്വം, അതേ തേജസ്, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മഹത്വ പ്രത്യക്ഷത അദ്ദേഹം കാണുന്നു. ആലയത്തിലേക്ക് ആ മഹത്വം പ്രവേശിക്കുന്നതായിട്ട്. ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ഭക്തനും തിരിച്ചറിയണം, ദൈവത്തിൻ്റെ മഹത്വമില്ലാത്ത ഒരു ആരാധന, ദൈവിക തേജസ്സിൻ്റെ ആഴം വെളിപ്പെടാത്ത ഒരു ആരാധന, ആ ആരാധന പൂർണ്ണമാകുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ദൈവജനത്തിൻ്റെ ആരാധന പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് വ്യക്തമായി ആരാധകൻ അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണത് ആലയത്തെ നിറയ്ക്കുന്നു, ആലയത്തെ നിറയ്ക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ, അത് ആരാധനയാകട്ടെ, ഏത് മേഖലകളിലും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും കാണാൻ നമുക്കൊരു ഭയങ്കര വാഞ്ച ഉണ്ടാകണം. മോശെ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് കാണണം. ദൈവമേ, എനിക്ക് നിന്റെ തേജസ് കാണണം. ദൈവം മോശയോട് പറഞ്ഞു, നീ കയറി വരിക, പർവ്വതത്തിലേക്ക് കയറി വരിക, ഞാൻ നിന്നെ മറയ്ക്കും, എൻ്റെ പിൻഭാഗം. അങ്ങനെ മോശ ദൈവത്തിൻ്റെ തേജസ് കണ്ടു എന്നുള്ളതാണ്. കണ്ട മോശയുടെ ഒരു പ്രത്യേകത, അവൻ വാർദ്ധക്യമായിട്ടും അവൻ്റെ കണ്ണ് മങ്ങിയിരുന്നില്ല എന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. കാഴ്ചപ്പാടുകൾ മങ്ങാതിരിക്കണമെങ്കിൽ, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, വ്യത്യസ്തമായ ഒരു ദർശനത്തിന് ഉടമകളാകണമെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് കാണണം, ദൈവത്തിൻ്റെ മഹത്വം കാണണം. ദൈവ തേജസ് കാണാൻ ആരൊക്കെ കുതിച്ചോ അവരുടെ ജീവിതം വളരെ വ്യത്യസ്തമായി തീർന്നിട്ടുണ്ട്. മറ്റെന്തിനേക്കാളും നമുക്ക് വലുത് ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ അധിവസിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമ വെളിപ്പാടിൽ ആമേൻ, ആലയം എന്നുള്ളത് കേവലം ചുവരുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല. ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പഴയ നിയമമെല്ലാം പഠിക്കുമ്പോൾ ദൈവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം പ്രവേശിച്ചപ്പോൾ മോശയെ പറ്റി പറയുന്നു, മോശയ്ക്ക് സമാഗമന കൂടാരത്തിൽ കയറാൻ കഴിഞ്ഞില്ല, കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി നിന്നു. ശലോമോൻ പണിത ആലയത്തിനകത്ത് ശുശ്രൂഷകർക്ക് പോലും കയറി നിൽക്കാൻ കഴിയാതെ വണ്ണം ദൈവ തേജസ് ഇറങ്ങി. അവർക്ക് ശുശ്രൂഷിക്കാൻ പോലും പറ്റാത്ത വിധമായിരുന്നു ആ ദൈവ തേജസ്സിൻ്റെ മഹത്വം എന്നുള്ളത്. പുതിയ നിയമ ദൈവത്തിൻ്റെ ആലയമായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹത്വം എത്രമാത്രം ഉൾക്കൊള്ളണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, നമ്മൾ വിശുദ്ധരായിരിക്കണം. ദൈവ തേജസ് നമ്മളിൽ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ദൈവ തേജസ്സിൻ്റെ ആ വലിപ്പം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ വിശുദ്ധരായിരിക്കണം. ദൈവത്തെ വഹിക്കാനുള്ള, ദൈവത്തിൻ്റെ മഹത്വം ചുമക്കാനുള്ള ഒരു കാര്യപ്രാപ്തി നമ്മിൽ ഉണ്ടായിരിക്കണം. ആ ദൈവ തേജസ്സിൻ്റെ മഹത്വത്തിൽ, ആ ദൈവ മഹത്വത്തിൻ്റെ തേജസ്സിൽ വർദ്ധിക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.